നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അഹങ്കാരി, നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്, ദേവൻ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ട് ലാപ്ടോപ്പിൽ നോക്കി അവൻ്റെ ജോലികൾ ചെയ്തു. സാർ എന്ത് ചെയ്യാൻ പോവുക? അവളുടെ വാക്കും കേട്ട് എന്നെ ഓഫീസിൽ ജോലിക്ക് നിർത്തുകയാണോ? അതിനാണോ മീറ്റിംഗ് പറഞ്ഞിരിക്കുന്നത്? ആണെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ എൻ്റെ പുറകെ നടക്കാതെ മറ്റെന്തെങ്കിലും ജോലി നോക്ക്. അവൾ ചോദിച്ചത് കേട്ടില്ലേ? എനിക്ക് തനിച്ചിരിക്കാൻ പേടിയായതുകൊണ്ടാണോ നീ എനിക്ക് കൂട്ടിയിരിക്കുന്നതെന്ന്. ഇതുവരെ എന്നോട് ആരും ഇങ്ങനെയൊന്നും എതിർത്ത് സംസാരിച്ചിട്ടില്ല. സാറിനത് വേണം. അന്ന് സാറിനെ എതിർത്ത് സംസാരിച്ചപ്പോൾ തന്നെ അവൾ അഹങ്കാരിയാണെന്ന് മനസ്സിലായതല്ലേ? അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നില്ലേ? അതിനു പകരം കെട്ടി കൂടെ താമസിപ്പിച്ചിരിക്കുന്നു, എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി. കുറച്ചുകൂടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്ക്. തലയിൽ കയറി നിന്ന് നൃത്തം വെക്കട്ടെ. ഒന്നിറങ്ങി പോകുന്നുണ്ടോ സ്വസ്ഥത കളയാനായിട്ട്? ദേവൻ രവിയോട് ദേഷ്യപ്പെട്ടു. ഞാനല്ല സാറിൻ്റെ സ്വസ്ഥത കളയുന്നത്, അവളാ. അവളെ അടക്കി നിർത്താൻ സാറിന് കഴിയില്ലല്ലോ. മിണ്ടാപ്പൂച്ച പോലെ ഇരുന്ന പെണ്ണാ. ഓരോ ദിവസം കഴിയുന്തോറും അവളുടെ നാവിന് നീളം കൂടി വരിക എന്ന് പറഞ്ഞ് രവി അവിടുന്ന് പോയി. രവി ക്യാബിന് പുറത്തിറങ്ങിയപ്പോൾ ഗൗരി തിരക്കിട്ട ജോലിയിലായിരുന്നു. രവി അവളെ ദേഷ്യത്തോടെ നോക്കി. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാജീവ് വൈകിട്ട് 4-ന് ശേഷം മീറ്റിംഗ് അറിയിച്ചുകൊണ്ട് ഓഫീസ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു. അതുകൂടാതെ ദീപയെ വിളിച്ച് മീറ്റിംഗ് കാര്യം എല്ലാവരോടും പറയാനും അറിയിച്ചു. രവി ഓഫീസിന് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ റിസപ്ഷനിലെത്തി അപർണയെ ഒന്ന് ഒളിക്കണ്ണിട്ട് നോക്കി. അവൾ ജോലി തിരക്കിലായിരുന്നു. എന്നാൽ രവി പോകുന്നത് കണ്ട് അവൾ സ്വരം താഴ്ത്തി അവനെ വിളിച്ചു. അവൻ സ്വല്പം ഗൗരവത്തിൽ അവിടെ നിന്ന് അവളെ തിരിഞ്ഞു നോക്കി. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. സോറി പറഞ്ഞില്ലേ? എന്നോടിങ്ങനെ മിണ്ടാതിരിക്കരുത്. തെറ്റ് പറ്റിയത് എനിക്കാ. നിന്നെക്കുറിച്ച് മനസ്സിലാക്കാതെ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. ഒരു പെണ്ണിനോടൊന്ന് അടുത്തിടപഴകുമ്പോഴേക്കും സംശയം തോന്നുന്നവളാണ് നീയെന്ന് ഞാൻ അറിഞ്ഞില്ല. സംശയമുള്ളവരുടെ കൂടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. തുടക്കത്തിൽ തന്നെ നിന്നെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് നന്നായി, രവി പറഞ്ഞു. പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കൂ. ഞാൻ സംശയിച്ചത് തെറ്റ് തന്നെയാ. അത് രവിയേട്ടനോട് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടാ. ഗൗരിയോട് അടുത്ത് ഇടപഴകുന്നത് കണ്ടപ്പോൾ എനിക്ക് അസൂയ തോന്നി, അതാ സത്യം. മറ്റു പെണ്ണുങ്ങളോട് അസൂയ ഉള്ളതും അത്ര നല്ല സ്വഭാവമല്ല എന്ന് പറഞ്ഞ് രവി അവിടുന്ന് പോയി. അപർണ സങ്കടത്തോടെ അവൻ പോകുന്നത് കുറച്ചുനേരം നോക്കി നിന്നു. ശേഷം അവളുടെ സീറ്റിലേക്ക് തന്നെ മടങ്ങി. ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഓഫീസിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങിയ ദേവൻ കൂടെ വരാതെ മാറി നിൽക്കുന്ന രവിയോട് ചോദിച്ചു, എന്താ രവി, നീ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല സാർ. എപ്പോഴും ഞാൻ സാറിൻ്റെ കൂടെയുള്ളത് സാറിന് സ്വസ്ഥതക്കേടല്ലേ? സാറ് തനിയെ പോയിക്കോളൂ. രവി ഒഴിഞ്ഞു മാറി. രവി വരാൻ കൂട്ടാക്കാത്തതുകൊണ്ട് ദേവൻ തനിയെ ഓഫീസിലേക്ക് പോയി. ദേവൻ പോയ ഉടനെ തന്നെ രവി വേഗത്തിൽ അകത്തേക്ക് കയറി ഭാനുവിൻ്റെ മുറിയിലെത്തി. കിടക്കുകയായിരുന്ന ഭാനുവിനെ അവൻ അമ്മേ എന്ന് വിളിച്ച് ഉണർത്തി. ഭാനു പതിയെ കണ്ണു തുറന്നു. അവരുടെ നെറ്റിയിൽ തൊട്ടുനോക്കിയ ശേഷം രവി ആശങ്കയോടെ പറഞ്ഞു, അമ്മയ്ക്ക് നല്ല പനിയുണ്ട്. സാറ് ഓഫീസിലേക്ക് പോയി. നമുക്ക് പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ പോയി വരാം. വേണ്ട രവി, മരുന്ന് കഴിച്ചിട്ടുണ്ട്, കുറഞ്ഞോളും. ഭാനു മടിച്ചു. അവിടേക്ക് വന്ന രാമേട്ടൻ നിർബന്ധിച്ചു പറഞ്ഞു, അല്ല ഭാനുകുഞ്ഞെ, ഇത് ചെറിയ പനിയൊന്നുമല്ല, നല്ല ചൂടുണ്ട്. ഹോസ്പിറ്റലിൽ പോയേ തീരൂ. വേണ്ട രാമേട്ടാ, പരിചയമുള്ള ആരെങ്കിലും കണ്ട ബുദ്ധിമുട്ടാകും, ഭാനു ഭയത്തോടെ പറഞ്ഞു. അതിന് ഇവിടെ നമുക്ക് പരിചയക്കാരൊന്നും അധികം ഇല്ലല്ലോ. അവരെല്ലാം നാട്ടിലല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നത്? രാമേട്ടൻ സമാധാനിപ്പിച്ചു. തുടർന്ന് രവി ഭാനുവിനെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തി. ഞാൻ പോയി ക്യാമറ ഓഫ് ചെയ്തിട്ട് വരാം. സാർ എന്തെങ്കിലും ആവശ്യത്തിന് അത് നോക്കുകയാണെങ്കിലോ? അതും പറഞ്ഞ് രവി അവിടുന്ന് പുറത്തേക്ക് പോയി. ക്യാമറ ഓഫ് ചെയ്ത് തിരികെ വന്ന് രവി ഭാനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി. കാറിൽ കയറ്റി അവൻ ഭാനുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. വൈകിട്ട് മീറ്റിംഗ് ഉള്ളതിനാൽ എല്ലാവരും അവരവരുടെ വർക്കുകൾ ധൃതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ദേവൻ കയറി വന്നത്. ദേവൻ വരുന്നത് ശ്രദ്ധിച്ച് ഗൗരി ദേവനെ ഒന്ന് നോക്കിയെങ്കിലും അവളെ നോക്കാതെ ദേവൻ കടന്നുപോയി. അന്ന് തന്നെ തീർക്കേണ്ട ഫയലുകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഗൗരി അവയുമായി രാജീവിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. ഫയലുകൾ പരിശോധിച്ച ശേഷം രാജീവ് സൈൻ ചെയ്തു. അതിൽ നിന്ന് റിസോർട്ടിൻ്റെ ഫയലെടുത്ത് ഗൗരിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതൊന്ന് സാറിനെ കാണിച്ചേക്ക്. അത് വേണോ? വേണം. കംപ്ലൈൻറ്റ് വന്ന ഫയലല്ലേ. എന്തെങ്കിലും കാരണം കൊണ്ട് കസ്റ്റമർക്ക് ഫയൽ ലഭിക്കാൻ വൈകിയ അത് നിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയായി സാർ കരുതിയേക്കും.
അതുകൊണ്ട് ഒന്ന് കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. രാജീവ് സൈൻ ചെയ്ത ഫയലുകളുമായി ഗൗരി തിരികെ തൻ്റെ സീറ്റിലിരുന്നു. റിസോർട്ടിൻ്റെ ഫയൽ കയ്യിൽ മുറുകെ പിടിച്ച് അവൾ ആലോചിച്ചു. ക്യാബിനകത്ത് സാറ് തനിച്ചാ. രാവിലെ പറഞ്ഞ കാര്യങ്ങളുടെ ദേഷ്യം ഇനിയും മാറിയിട്ടുണ്ടാവില്ല. ഞാൻ ചെന്ന വഴക്കിടുവോ? ഉച്ചയ്ക്ക് കണ്ടപ്പോൾ മുഖത്തൊന്നും നോക്കുക പോലും ചെയ്യാതെ പോയത്. ഈ ഫയലുകളുമായി ഞാൻ എങ്ങനെ അങ്ങോട്ട് ചെല്ലും? അവൾ കുറച്ചു നേരം മടിച്ചിരുന്നു. മീറ്റിങ്ങിനുള്ള സമയമായതുകൊണ്ട് ഇനിയിപ്പോൾ ചെന്ന സാറ് കൂടുതലൊന്നും ചോദിക്കാതെ വിടുമായിരിക്കും, അവൾ ചിന്തിച്ചു. ചെറിയൊരു വിറയലോടെ ശ്വാസം അടക്കിപ്പിടിച്ച് ഗൗരി അവൻ്റെ ക്യാബിന് നേരെ നടന്നു. ഡോറിൽ മുട്ടിയ ശേഷം ഗൗരി അകത്തേക്ക് നോക്കി. ദേവൻ ഒന്നും മിണ്ടാതെ അവളെ നോക്കിയ ശേഷം ലാപ്ടോപ്പിൽ നോക്കിയിരുന്നു. അവൾ പേടിയോടെ ക്യാബിനുള്ളിലേക്ക് ചെന്നു. ലാപ്ടോപ്പിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇത് ആ റിസോർട്ടിൻ്റെ ഫയലാ. ഇന്ന് കസ്റ്റമർക്ക് അയക്കുന്നുണ്ട്. രാവിലെ ഇത് അയക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെയും വീണ്ടും എന്തിനാ ചോദിക്കാൻ വന്നത്? ദേവൻ ഗൗരവത്തിൽ ചോദിച്ചു. രാജീവേട്ടൻ പറഞ്ഞു ഫയൽ സാറിനെ ഒന്ന് കാണിക്കണമെന്ന്. എന്തിന്? എന്തെങ്കിലും കാരണവശാൽ ഫയൽ കിട്ടാൻ വൈകിയ അതെൻ്റെ വീഴ്ചയാണെന്ന് സാറ് കരുതിയേക്കും. അതുകൊണ്ട് ഒന്ന് കാണിച്ചിട്ട് അയച്ചാൽ മതിയെന്ന് രാജീവേട്ടൻ പറഞ്ഞു. ദേവൻ അവളുടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി മറിച്ചു നോക്കി. ഇന്ന് ഈ ഫയൽ മാത്രമേ ചെയ്തുള്ളോ? അല്ല, ഇന്നത്തെ വർക്കുകളെല്ലാം ഞാൻ നേരത്തെ തന്നെ തീർത്തു കഴിഞ്ഞു. ദേവൻ പെട്ടെന്ന് ലാപ്ടോപ്പിൽ നിന്ന് കണ്ണെടുത്ത് അവളെ സൂക്ഷിച്ചു നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യത്തേക്കാൾ ഉപരി എന്തോ ഒന്ന് ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ നിനക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ജോലി തീർക്കാനും അറിയാലേ? അവൻ ഒരു മന്ദഹാസത്തോടെ ചോദിച്ചു. ദേവന്റെ ആ ഭാവമാറ്റം അവളിൽ വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി. അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഇന്നലെ കുറച്ച് വർക്ക് പെൻഡിങ് ആയതുകൊണ്ട് മാത്രം ഞാൻ ജോലി ചെയ്യാൻ മടിയുള്ളവളാണെന്ന് സാറ് കരുതണ്ട. എൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ജോലി ചെയ്യാൻ മറ്റാരും വന്ന് എന്നോട് പറയേണ്ട ആവശ്യമില്ല. ആ ഫയൽ തരൂ, എനിക്ക് പോണം. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് അവൾ വല്ലാതെ അസ്വസ്ഥതയോടെ തല താഴ്ത്തി നിന്നു. എന്തേ നിർത്തിയത്? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നീ ദേഷ്യപ്പെടുന്നത് കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന്. അത് കേട്ടപ്പോൾ അവൾ വേഗം തിരിഞ്ഞു നിന്നു. ഫയൽ തരുന്നുണ്ടോ? എനിക്ക് പോണം. ദേവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റതും അവൾ പേടിയോടെ അവനെ നോക്കി ഒരടി പുറകിലേക്ക് വെച്ചു. നിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. നിന്റെ ഈ ശാലീന സൗന്ദര്യത്തിൽ എവിടെയോ ഒരു മാന്ത്രികതയുണ്ട്. നടത്തത്തിലും ഇരുത്തത്തിലും പോലും നീ കാത്തു സൂക്ഷിക്കുന്ന ഈ അച്ചടക്കം, അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാ. ശത്രുവിനോട് പോലും കരുണ കാണിക്കാൻ മടിയില്ലാത്ത നിന്റെ ഈ വിശാലമായ മനസ്സ്, ഈ നല്ല മനസ്സിനെ ഞാൻ ആരാധിക്കുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളോടുള്ള ആത്മാർത്ഥത, ഉത്തരവാദിത്ത ബോധം, അതെൻ്റെ കണ്ണുകളിൽ നിന്നെ ഒരത്ഭുതാക്കുന്നു. അവനൊന്ന് നിർത്തി. ഗൗരി ശ്വാസം അടക്കിപ്പിടിച്ച് അവനെ തന്നെ നോക്കി അവിടെ നിന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു. പിന്നെ നിന്റെ ഈ കുസൃതി കലർന്ന അഹങ്കാരവും അല്പം ഓവർ കോൺഫിഡൻസും നിന്റെ ഉള്ളിലെ സങ്കടത്തെ മറച്ചു വയ്ക്കാനുള്ള ഒരു കവചാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നീ നിന്റേതായ ലോകത്ത് നിന്റേതായ രീതിയിൽ തിളങ്ങുന്നത് കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഗൗരിയെ എനിക്ക് വല്ലാതെ ഇഷ്ടാവുന്നുണ്ട്. ഗൗരി അത്ഭുതത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ താഴേക്ക് ഒഴുകി തുടങ്ങി. അവൾ ഒന്നും പറയാനാവാതെ തല താഴ്ത്തി വിങ്ങിപ്പൊട്ടി. ഗൗരി കരയുന്നത് കണ്ട് ദേവൻ അസ്വസ്ഥനായി. അവൻ അവളുടെ താടിയിൽ വിരലുകൾ അമർത്തി സാവധാനം മുഖമുയർത്തി. അവളുടെ കണ്ണുകളിലെ ആഴം നോക്കി അവൻ മൃദുവായ സ്വരത്തിൽ ചോദിച്ചു. ഗൗരി, നീ എന്തിനാ കരയുന്നത്? അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഉള്ളിലെ സങ്കടമെല്ലാം അണപൊട്ടി ഒഴുകിയപ്പോൾ അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എനിക്കിഷ്ടല്ല, നിങ്ങളെ എനിക്കിഷ്ടല്ല. അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എനിക്ക് നിന്നെ മനസ്സിലാകും ഗൗരി, അവൻ ശാന്തമായി പറഞ്ഞു. ഞാൻ നിന്നോട് ചെയ്തതൊന്നും അത്ര വേഗം നിനക്ക് മറക്കാൻ കഴിയില്ല. നിന്റെ മനസ്സ് ഇപ്പോൾ എന്നോട് ദേഷ്യത്തിലായിരിക്കാം. നിന്റെ മനസ്സിൽ എന്നോട് എന്തു തന്നെ ആയാലും എനിക്ക് നിന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഇനിയെന്നും അതങ്ങനെ തന്നെ ആയിരിക്കും. ഗൗരിയുടെ മനസ്സ് വിങ്ങിപ്പൊട്ടി. അവളുടെ കണ്ണുനീർ കണ്ടപ്പോൾ ദേവന്റെ ഉള്ളം പിടഞ്ഞു. അവൻ സാവധാനം തൻ്റെ കൈകൾ കൊണ്ട് അവളുടെ കവിളിലെ കണ്ണുനീർ തുള്ളികൾ തുടച്ചു മാറ്റി. വളരെ ശാന്തമായി അവൻ പറഞ്ഞു. ഗൗരി, നീ കരയരുത്. നീ ദേഷ്യപ്പെടുന്നത് കാണാൻ എനിക്കിഷ്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. നീ സങ്കടപ്പെടുന്നത് കാണാൻ എനിക്ക് ഒട്ടും വയ്യ. അതെനിക്ക് സഹിക്കുന്നില്ല.
അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ വാചകം പറഞ്ഞു പൂർത്തിയായതേ ഉള്ളൂ. പെട്ടെന്ന് ക്യാബിൻ്റെ ഡോർ തുറന്നുകൊണ്ട് ദീപ അകത്തേക്ക് കടന്നു. മുന്നിലെ കാഴ്ച കണ്ട് അവൾ സ്തബ്ധയായി നിന്നു. ദേവനും ഗൗരിയും നിൽക്കുന്ന ആ നിൽപ്പ് ദീപയെ അമ്പരപ്പിച്ചു. ഒരു ഞെട്ടലോടെ ദേവൻ തൻ്റെ കൈകൾ ഗൗരിയുടെ മുഖത്ത് നിന്ന് വേഗത്തിൽ പിൻവലിച്ചു. ഗൗരി ഭയത്തോടെ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ഡോറിൽ മുട്ടാതെ അകത്തേക്ക് വന്നതിൽ ദീപയ്ക്ക് വലിയൊരു അസ്വസ്ഥത തോന്നി. ഗൗരി ഒന്നും മിണ്ടാതെ വേഗത്തിൽ തല താഴ്ത്തി നടന്നു. ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ ദീപയെ ഒരു പരിഭ്രമത്തോടെ അവൾ നോക്കി. എന്നിട്ടും ദീപയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കാൻ കഴിയാതെ ഗൗരി വേഗത്തിൽ പുറത്തേക്ക് നടന്നു. ഗൗരി പോകുന്നത് നോക്കി ദീപ അവിടെ നിന്നു. ശേഷം മെല്ലെ തിരിഞ്ഞ് ദേവനെ നോക്കി. അവളുടെ നോട്ടത്തിൽ ചോദ്യങ്ങളും സംശയങ്ങളും നിഴലിക്കുന്നുണ്ടായിരുന്നു. ദേവൻ ആ അവസ്ഥയിൽ എന്തു പറയണമെന്നറിയാതെ നിശബ്ദനായി നിന്നു.